മംഗളമാംഗല്യം മംഗസുമംഗലികാ താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. സ്മാർട്ട് ഫോണുകൾ ഇക്കാലത്ത് അലങ്കാരമോ ആഡംബരമോ അല്ല, അവശ്യ വസ്തു തന്നെയാണ്. അതേസമയം അത് ഉപയോഗിക്കാൻ അറിയാത്ത നിരവധി പേരുണ്ട് സമൂഹത്തിൽ, പ്രത്യേകിച്ച് കാഴ്ച പരിമിതി ഉള്ളവർ. അവർക്കായി നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കാലടിയിൽ സ്മാർട്ട് ഫോൺ പരിശീലന ക്യാമ്പ് നടത്തി. കാലടി സായി ശങ്കര ശാന്തി കേന്ദ്രം ക്യാമ്പിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി നൽകി. ജീവജാലങ്ങൾക്ക് സർവേശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ വരദാനമാണ് കാഴ്ച. കാഴ്ചയിലൂടെയാണ് മനുഷ്യർ സഹജീവികളെയും ലോകത്തെ തന്നെയും അടുത്തറിയുന്നത്. അതിനാൽ തന്നെ കാഴ്ച മങ്ങുമ്പോൾ ജീവിതം തന്നെ ഇരുളിലമരുന്നു. ആധുനിക കാലത്ത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളിൽ നിന്ന് വലിയൊരു വിഭാഗത്തെ അകറ്റി നിർത്തുന്നതും കാഴ്ച വൈകല്യം തന്നെയാണ്. ഇക്കാലത്ത് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഉപകരണമായി സ്മാർട്ട് ഫോണുകൾ മാറിക്കഴിഞ്ഞു. പരസ്പരം സംസാരിക്കുക എന്നതിനേക്കാൾ കൂടുതൽ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇപ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കപ്പെടുന്നത്. സ്മാർട്ട് ഫോണുകൾ എത്തിയതോടെ ഇതിന്റെ റേഞ്ച് തന്നെ മാറി. എന്നാൽ സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം വ്യക്തമായി അറിയാത്തതിനാൽ പ്രായ കൂടുതലുള്ളവർക്ക് സ്മാർട്ട് ഫോണുകൾ അപ്രാപ്യമായ അവസ്ഥയുണ്ട്. കാഴ്ച പരിമിതിയുള്ളവരാണ് ഈ കുറവ് ഏറെയും അനുഭവിക്കുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള ഘടകം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഫെഡറേഷൻ അംഗങ്ങൾക്കായി കാലടിയിൽ സംഘടിപ്പിച്ച 3 ദിവസത്തെ ട്രെയിനിംഗ് ക്യാമ്പിന് തുടക്കമായി. കാലടി ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് മെമ്പർ PB സജീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു പരിശീലനം നൽകുന്നതിന് നിങ്ങളുടെ സംഘടന എടുത്ത ഈ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, നിങ്ങൾ കാലടിയിൽ വന്ന ആദ്യം ആശ്രമം റോട്ടിലാണ് നിങ്ങളുടെ ഓഫീസ് തുടങ്ങുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ പുറകിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവരുടെ വരണാധികാരിയായിട്ട് നിശ്ചയിച്ചത് തന്നെയാണ്. ഡൽഹിയിൽ നിന്ന് എനിക്ക് അതിനൊരു അലവൻസ് അനുവദിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അലവൻസ് വേണ്ട, നിങ്ങളുടെ ഇതിലേക്ക് തന്നെ എടുത്തോളാൻ പറഞ്ഞു. അത് പറഞ്ഞു അത് പറ്റില്ല, കാരണം അത് ഇവർക്ക് ചെക്കൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് സാറ് തന്നെ അത് മേടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് സ്വീകരിച്ചത്. എന്തായാലും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കി വീക്ഷിച്ചിട്ട് നല്ല നിലയിലുള്ള ഒരു ചിട്ടയായ പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ഇപ്പം ഏറ്റവും അവസാനം ഈ ഓഫീസിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ നിങ്ങളുടെ സാറ് കാശിമണി സാർ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് എല്ലാ കാലത്തും താങ്ങും തണലായി നിൽക്കാൻ പറ്റിയ ഒരാൾ കാലടിയിലുണ്ട്. അതാണ് സായി ശാന്തി കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ശ്രീനിവാസൻ സാറ്. അദ്ദേഹത്തിനെ സമീപിച്ചാൽ ഈ മുട്ടിയാൽ തുറക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ അർഹതപ്പെട്ട സഹായം നിങ്ങൾക്ക് കൊണ്ട് നൽകുന്നതിന് അദ്ദേഹം സദാ സന്നദ്ധനായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാലടിയിലെ എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിയാണ്. നല്ല നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നിങ്ങൾ വേണ്ട നിലയിൽ പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. NFB പ്രസിഡന്റ് സതീഷ് കുമാർ ഇലഞ്ഞി അധ്യക്ഷനായിരുന്നു.
സായി ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ PN ശ്രീനിവാസൻ മുഖ്യ പ്രഭാഷണം നടത്തി. സമൂഹം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഈ കാഴ്ച പരിമിതികളുള്ളവരെ സഹായിക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ എന്തോ വളരെ പിന്നിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തന്നെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, മാധ്യമങ്ങളൊക്കെ തുറന്നു നിൽക്കേണ്ടത്, കണ്ണ് തുറന്നു നിൽക്കേണ്ടത് ഈ കണ്ണ് കാണാനാവാത്തവരുടെ മുന്നിലേക്കാണ്. പലപ്പോഴും കാഴ്ചയില്ലാത്തവരെക്കാൾ മനസ്സിന് കാഴ്ചയില്ലാത്തവരാണ് സമൂഹത്തിൽ പലരും. നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച കുറവുള്ളൂ, അന്ധതയുള്ളൂ. അവരുടെയൊക്കെ മനസ്സിന് അന്ധത ബാധിച്ച സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമൂഹത്തിലാണ് നമുക്ക് ജീവിത പോരാട്ടം നടത്തേണ്ടത്. NFB ജനറൽ സെക്രട്ടറി CC കാശിമണി, മുൻ പ്രസിഡന്റ് VG അംബുജാഷൻ, വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് KP സാലി എന്നിവർ പ്രസംഗിച്ചു. ട്രെയിനേഴ്സായ രാകേഷ് മനോഹരൻ, C അർജുൻ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. കാലടി സായി ശങ്കര ശാന്തി കേന്ദ്രമാണ് ക്യാമ്പിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് 3 ദിവസത്തെ ഭക്ഷണം സായി ശങ്കര ശാന്തി കേന്ദ്രം എത്തിച്ചു നൽകും. കാലടിയിലെ NFB ഓഫീസിലേക്ക് ആവശ്യമായ മേശയും കസേരകളും ശാന്തി കേന്ദ്രം ഡയറക്ടർ PN ശ്രീനിവാസൻ സംഭാവന ചെയ്തു. കാഴ്ചപരിമിതിയുള്ളവർക്ക് താങ്ങും തണലുമായി NFB നിലകൊള്ളുമ്പോൾ അവർക്ക് സഹായഹസ്തവുമായി മുന്നിട്ടിറങ്ങുകയാണ് സായി ശങ്കര ശാന്തി കേന്ദ്രവും ഡയറക്ടർ PN ശ്രീനിവാസനും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.